മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ ഇരകളായ 6 കുടുംബങ്ങൾക്ക് വീടുകൾ നിർമ്മിച്ചു നൽകി ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് ഉടമകളുടെയും ജീവനക്കാരുടെയും സംഘടനയായ അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള. ഈ സ്വപ്ന ഭവനങ്ങളുടെ താക്കോൽ കൈമാറ്റം വയനാട് മുട്ടിലിൽ നടന്നു. മന്ത്രി വി.എൻ. വാസവനാണ് 6 കുടുംബങ്ങൾക്കും താക്കോൽ കൈമാറിയത്. സ്ക്രൂ ഡ്രൈവറും സ്പാനറും ഏന്തുന്ന, ഗ്രീസും ഓയിലും പറ്റിയ അധ്വാനത്തിന്റെ കരുത്തുറ്റ കൈകൾ, ആ കൈകൾ ഒത്തുചേർന്നപ്പോൾ യാഥാർത്ഥ്യമായത് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരായ 6 കുടുംബങ്ങൾക്കുള്ള തണലാണ്. തീർത്തും മാതൃകാപരമായ പ്രവർത്തനം. 35 സെന്റ് ഭൂമിയിൽ 6 വീടുകൾ, 5 സെന്റ് വീതം സ്ഥലത്താണ് 850 സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിൽ അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള വീടുകൾ നിർമ്മിച്ചു നൽകിയത്. പൊതുകിണറുണ്ട്, വഴിയുണ്ട്, വൈദ്യുതീകരണമടക്കം പൂർത്തിയാക്കിയിട്ടുണ്ട്. 2 മുറികളും അടുക്കളയും സ്വീകരണ മുറിയും അടക്കമുള്ള സൗകര്യങ്ങളുണ്ട്. ആവശ്യമെങ്കിൽ 1 നില കൂടി കെട്ടാനുള്ള രീതിയിലാണ് വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. മന്ത്രി വി.എൻ. വാസവൻ വീടുകൾ സന്ദർശിച്ചു. മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് വർക്ക്ഷോപ്പ് അസോസിയേഷൻകാർ സംഘടിപ്പിച്ചിരിക്കുന്നത്. മനോഹരമായ വീട് ഞാനിപ്പോൾ കയറി നോക്കി. 900 സ്ക്വയർ ഫീറ്റോളം വരുന്നത്. 2 ബെഡ്റൂമുണ്ട്. ആ ബെഡ്റൂം തന്നെ ബാത്ത് അറ്റാച്ചിലാണ്. ഭാവിയിൽ അവർക്ക് വേണ്ടി അപ്സ്റ്റെയർ പണിയാൻ സൗകര്യത്തിലേക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി അവരെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. 6 സ്വപ്ന ഭവനങ്ങളുടെയും താക്കോൽ കൈമാറ്റം മുട്ടിലിൽ വെച്ചാണ് നടന്നത്. $150 ദിവസത്തിനകം വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കും എന്നായിരുന്നു സംഘടനയുടെ പ്രഖ്യാപനം. അത് പാലിക്കാനായതിന്റെ തെളിവ് കൂടിയായി താക്കോൽ കൈമാറ്റ ചടങ്ങിലെ പങ്കാളിത്തം. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മേഖലയിലെ നിരവധി പ്രമുഖർ ചടങ്ങിന്റെ ഭാഗമായി. സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.